ഈ വർഷത്തെ മേളയിൽ നിന്നും യാത്രയാകുന്നത് ഫെമിനിച്ചി ഫാത്തിമ നൽകിയ നല്ല ഓർമ്മകളുമായാണ്. സ്ത്രീ പ്രാതിനിധ്യം കൊണ്ട് ഓർക്കപ്പെടാൻ പോകുന്നൊരു IFFK ആണ് ഇക്കൊല്ലത്തേത്. സ്ത്രീകൾ അണിയറയിലും മുന്നണിയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സിനിമകൾ ഒരുപാട് ഉണ്ട് ഇക്കൊല്ലം. അക്കൂട്ടത്തിൽ വലിയൊരു ചർച്ചയായി മാറുകയാണ് ഫെമിനിച്ചി ഫാത്തിമ. സറ്റയറിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമ കാഴ്ചക്കാരിൽ ദീർഘകാലത്തേക്ക് ബാക്കിയാകുന്ന ഇംപ്രഷൻ ഉണ്ടാക്കിയാണ് കടന്നു പോകുന്നത്. വളരെ ലളിതമെന്ന് തോന്നുകയും നമ്മുടെയൊക്കെ അനുഭവ പരിസരത്ത് നിന്നുമുള്ളതാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സെറ്റിംഗ്. മദ്രസ അധ്യാപകനായ അഷ്റഫിൻ്റെ ഭാര്യയാണ് ഫാത്തിമ. 3 മക്കളും അഷ്റഫിൻ്റെ ഉമ്മയും കൂടി അടങ്ങുന്നതാണ് അവരുടെ വീട്. ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും വാക്കുകൾ എതിർപ്പുകളൊന്നുമില്ലാതെ അനുസരിച്ച് ജീവിക്കുന്ന, അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന വീട്ടമ്മയാണ് ഫാത്തിമ. നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് ഫാത്തിമമാരെ കാണാം. ഫാത്തിമയുടെ ഒരു ദിവസം എങ്ങനെയെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയും അത് കഴിഞ്ഞും ഫാത്തിമ സമാധാനം അറിയുന്നേയില്ല. ഒരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്കും, ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും മറ്റൊന്നിലേക്കും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഫാത്തിമ. പാട്രിയാർക്കിയുടെ ഫാക്ടറിയിലെ കേവലം ഒരു യന്ത്രം മാത്രമാണ് ഫാത്തിമ. ഒരു നാൾ ഫാത്തിമയുടെയും ഭർത്താവിൻ്റെയും പരസ്പര വിരുദ്ധമായ 2 ആവശ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് സിനിമയുടെ ഗതി മാറുകയാണ്. 4മതായൊരു കുട്ടി കൂടി വേണമെന്നതാണ് ഭർത്താവ് അഷ്റഫിൻ്റെ ആഗ്രഹം. എന്നാൽ നടുവേദനയറിയാതെ കിടന്നുറങ്ങാൻ ഒരു കിടക്ക വേണം എന്നതാണ് ഫാത്തിമയുടെ ആഗ്രഹം. കേൾക്കുമ്പോൾ ഫാത്തിമയുടെ ആഗ്രഹം നിസ്സാരമെന്ന് തോന്നും. എന്നാൽ തീർത്തും പാട്രിയാർക്കലായ യാഥാസ്ഥിതിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വീട്ടമ്മയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. വളരെ സെറ്റിലായി കഥ പറയുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. സിനിമയുടെ രാഷ്ട്രീയവും മുൻപ് പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ സോഷ്യൽ സറ്റയർ ഉപയോഗിച്ച് കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കാനും അവരെ ഒപ്പം കൂട്ടാനും സംവിധായകൻ ഫാസിൽ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം പ്രസംഗിക്കാനോ ഹാർട്ട് ഹിറ്റിംഗ് ഡ്രാമ ആയി അവതരിപ്പിക്കാനോ ഫാസിൽ മുതിരുന്നില്ല. പകരം കാഴ്ചക്കാരിൽ തന്നെ ആത്മപരിശോധനയുണ്ടാക്കും വിധമാണ് അദ്ദേഹം കഥ പറയുന്നത്. ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന പ്രയോഗം ഇവിടെ ഒട്ടും ക്ലീഷേ ആകുന്നില്ല. മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് സിനിമ പറയുന്നത്. എന്നാൽ ഫാത്തിമയുടെ ജീവിതം ഒരു മുസ്ലിം സ്ത്രീയുടെ മാത്രം ജീവിതമല്ല. പാട്രിയാർക്കൽ സംവിധാനത്തിൽ ഏതൊരു വീട്ടമ്മയും അനുഭവിക്കുന്നത് തന്നെയാണ് ഫാത്തിമയും അനുഭവിക്കുന്നത്. മുസ്ലിം യാഥാസ്ഥിതികയോട് മാത്രമുള്ളതല്ല സംവിധായകന്റെ വിമർശനം. മറിച്ച് ഏത് മതത്തിലേക്കും ജക്സ്റ്റാപോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫാത്തിമയുടെ ജീവിതവും സിനിമയുടെ രാഷ്ട്രീയവും. സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന സിനിമകളിൽ പൊതുവെ കണ്ടുവരാറുള്ള അതിനാടകീയതയും പ്രീച്ചിങ്ങും ഫെമിനിച്ചി ഫാത്തിമയിൽ കാണാൻ സാധിക്കില്ല. കഥാപാത്രങ്ങളുടെ പ്രകടനത്തിലും സന്ദർഭങ്ങളിലുമെല്ലാം ലാളിത്യവും സട്ടിലിറ്റിയുമാണ് കാണാൻ സാധിക്കുക. പാട്രിയാർക്കിക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുകയോ കുടുംബജീവിതത്തിൽ നിന്നും ഇറങ്ങി നടക്കുകയോ ചെയ്യുന്നൊരു ഡ്രമാറ്റിക് ആയൊരു മാറ്റവും ഫാത്തിമയിൽ ഉണ്ടാകുന്നില്ല. അവരുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫ്രസ്ട്രേഷൻ വളരെ സൂക്ഷ്മമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പതിയെ വളരെ റിയലിസ്റ്റിക്കായാണ് ഫാത്തിമയിലെ മാറ്റം സിനിമ അവതരിപ്പിക്കുന്നത്. ഒരു സമുദായത്തെയും ജെൻഡറിനെയും പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യുവാനും സിനിമ മുതിരുന്നില്ല. മറിച്ച് ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് സിനിമ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകർക്കും നൽകുന്നത്. തൻ്റെ സട്ടിൽ ഭാവങ്ങളിലൂടെ ഫാത്തിമയെ വർഷങ്ങളായി നമുക്ക് അറിയാവുന്ന ആരൊക്കെയോ ആക്കി മാറ്റുന്നുണ്ട് ഷംല ഹംസ. ഫാത്തിമയുടെ മാനസിക യാത്രകളിൽ ഒരിടത്ത് പോലും നമുക്ക് സംശയം തോന്നില്ല. ഇങ്ങനെ ഒരാളെ നമുക്ക് വർഷങ്ങളായി അറിയാമെന്ന് തോന്നിപ്പിക്കാനും അവരോട് അസാധ്യമായ എമ്പതി അനുഭവപ്പെടുത്താനും ഷംലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഭർത്താവ് അഷ്റഫായി എത്തുന്നത് കുമാർ സുനിലാണ്. പല സിനിമകളും മുൻപും കണ്ടിട്ടുണ്ടെങ്കിലും എത്ര റേഞ്ചുള്ളൊരു നടനാണെന്ന് ചിന്തിപ്പിക്കുകയാണ് കുമാർ സുനിൽ. ഇരുവരുടെയും കോമഡി രംഗങ്ങളിലെ ടൈമിംഗ് ആണ് സിനിമയുടെ ആത്മാവ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.